അപ്പം നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് പോവാണ്. പോകുന്നതാണെന്ന് വെച്ചാൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ ബാക്ക് സൈഡാണ്. സമയം ഇപ്പോൾ 5 മണി ആറായി. ഒരു 5:15 കിടങ്ങൂർ, അതായത് ഫ്രണ്ട്സ് അവരെ അവിടെ കാണുന്നുണ്ട് പറഞ്ഞ് കിടങ്ങൂർ. നമുക്ക് വേറെ പ്രശ്നം പറ്റുന്നത് ഞാൻ ആ മൈക്ക് ചാർജ് ചെയ്യുന്നു കട്ടാണ്. എല്ലാം ഓർക്കും ഇങ്ങനെ മൈക്കിൻ്റെ കാര്യം ഓർക്കില്ല. കടയിൽ പോകുന്ന വഴി നമുക്ക് അതിലും പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കാനുണ്ട്. നമ്മൾ ഏറ്റുമാനൂർ എത്താറായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വേണ്ടി പ്ലാൻ ചെയ്ത്. അർജുൻ ബ്രോ പറഞ്ഞു ഇങ്ങനെ പോകാമെന്ന് ചോദിച്ചു. പോയേക്കാം പറഞ്ഞു. ഒരുപാട് നാളെ ട്രിപ്പ് പോയിട്ട്. എനിക്ക് ലാസ്റ്റ് ട്രിപ്പ് പോയത് തെങ്കാശിയാണ്. തെങ്കാശി തിരുമലക്കോവിലാണ് പോയത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പം ട്രിപ്പ് പോകുന്നില്ലെന്ന് ഓർത്ത് ഞാൻ പോയി. ബാക്കിൽ ടയർ ഏകദേശം തീർന്നിരിക്കുകയായിരുന്നു. അത് പോയി മാറി. ഏകദേശം 22-23 കിലോമീറ്റർ കിട്ടിയായിരുന്നു ബാക്ക് ടയർ. അപ്പം ഇതാണ് പമ്പ്. പമ്പിൻ്റെ അവിടെ നിന്നാണ് അവർ പറഞ്ഞത്. ഈ പമ്പിൻ്റെ അവിടെ ബാക്കി ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. ആരും കണ്ടില്ല ഇതുവരെ. നമസ്കാരം. കുറേ പേരായില്ലേ ഇപ്പം. എനിക്ക് ഇന്ധനം അടിക്കണം. എന്തായാലും അന്നല്ലേ വഴിയിറങ്ങുന്നവർ മുന്നേ പോക്കോ. വഴിയിറങ്ങുന്നവർ മുന്നേ പോക്കോളാം. പോക്കോ. ഓക്കെ പോട്ടെ. എനിക്കത് ഞാൻ എടുക്കുന്ന ഇന്ധനം അടിക്കണം എന്ന്. ആകെ 4 പേരെ ഉള്ളെന്ന് ഓർത്തത്. പക്ഷെ ഇപ്പോൾ മൊത്തം 6 പേരായി. പ്രദീപ് ബ്രോയും വന്നു. പിന്നെ വേറൊരു പയ്യൻ, അഖിലിനൊരു പയ്യനുണ്ട്. പരിചയമില്ല, നമ്മുടെ മോജോ ട്രൈബ് ഗ്രൂപ്പിലുള്ളതാണ്. ആ പുള്ളിയുടെ ഉണ്ട്. അപ്പോൾ മൊത്തം 6 പേരായി. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ ഈരാറ്റുപേട്ട നേരെ ഇരിക്കലിൻ്റെ ബാക്ക് സൈഡ് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്ലാൻ എന്ന് അറിയത്തില്ല. ഇവിടെ ചെല്ലട്ടെ. അല്ല, അവർ മുന്നേ പോയിട്ടുണ്ട്. ഇത്ര നേരം കാണാത്തൊരു സംഭവം നമ്മുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടല്ലോ, മാപ്പിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴി തെറ്റിപ്പോയി. എവിടെയോ ഒരു ഡിവേഷൻ എടുത്ത് ഞാൻ നേരെ തൊടുപുഴയാണോ ഏതോ റൂട്ട് കയറിപ്പോയി. ഞാൻ പയ്യപ്പേ നോക്കി വരുമ്പോൾ ബോർഡ് തൃശ്ശൂർ 125 കിലോമീറ്റർ, തൃശ്ശൂർ 118 കിലോമീറ്റർ, അങ്ങനെ തൊമ്മൻകുത്ത് വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നി വഴി തെറ്റിയെന്ന്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയാലും പെട്രോളും അടിച്ചു. എന്നിട്ട് മാപ്പ് ഇട്ടിങ്ങ് പോകുന്നു. അപ്പോൾ അവരേകദേശം ഫ്രണ്ടിൽ പോയി. എനിക്ക് 10-15 കിലോമീറ്റർ എക്സ്ട്രാ. എവിടെയോ തെറ്റിപ്പോയെന്ന് എനിക്കറിയില്ല. എവിടെയോ ഡീവിയേഷൻ വന്ന് മിസ്റ്റേക്ക് പറ്റാൻ മാപ്പിട്ട് പോയാൽ മതിയായിരുന്നു. അവരെ പുറകെ വിട്ടു. അവർ വിട്ടടിച്ച് പോയി. നമ്മൾ കുറച്ച് പുറകിലായി പോയി. അതാ പറ്റിപ്പോയത്. എന്തായാലും നമുക്ക് മാപ്പ് ഒന്നൊന്ന് കൺഫേം ചെയ്തേക്കാം. കാരണം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് പോകും. അവരിടയ്ക്ക് വിളിച്ചായിരുന്നു. പ്രദീപ് ബ്രോ എന്നെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എവിടെയോ, ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കെ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവരെ ഡിലേ, അവരെ നമ്മൾ പോസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. പിന്നെ രാവിലെ സമയമായതുകൊണ്ടേ അത് വണ്ടികൾ കുറവാണെങ്കിൽ പോലും ഈ ഡിമ്മിടെ ബ്രൈറ്റ് ഇട്ട് വരുമ്പോൾ നമുക്കൊന്നും കാണാൻ വയ്യ. എന്തായാലും പെട്ടെന്ന് അവിടെ ചെല്ലാം. കാരണം നമ്മൾ രാവിലെ ഒരു സൺറൈസ് കാണാൻ വേണ്ടി പോയിട്ട് ലേറ്റ് ആക്കണ്ടല്ലോ. പിന്നെ ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1 hour സംതിങ് കാണിക്കുന്നുണ്ട്.
എന്നാലും ഞാൻ ആലോചിക്കുന്നത് എവിടെ വെച്ചാൽ വഴി തെറ്റിപ്പോയെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഏതൊരു വാഗമൺ എന്നൊക്കെ ബോർഡ് കണ്ട് അങ്ങ് തിരിഞ്ഞു പോയതാണ്. അപ്പം അത്ര നേരം പുറകിൽ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പകുതി ഇപ്പം കാണുന്നില്ല. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. ഇപ്പം പിന്നെ ഈ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പിള്ളേരൊക്കെ ടൂറിനൊക്കെയാണല്ലോ അങ്ങോട്ടൊക്കെ വരുന്നുണ്ടല്ലോ. കണ്ടൽ ബസ് പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ വരുന്ന വഴികളിൽ 1-2 ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർ ഒരുപാട് പേര് സ്കൂൾ ടൂറാണെന്ന് തോന്നുന്നു, സ്കൂൾ കോളേജ് ടൂറാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വലിയൊരു പമ്പ് ഇതാണ്. ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ട്, ഒരു വേറെ പമ്പുകൂടെ ഉണ്ട്. കാരണം ഇവിടുന്ന് എല്ലാം അപ്പുറത്തുനിന്നാണ് പെട്രോൾ അടിച്ചാണ് എല്ലാവരും പോകുന്നത്. പിന്നെ ഏലപ്പാറ എവിടെയെങ്കിലും ഉള്ളതെന്നാണ് തോന്നുന്നത് പമ്പ് വരുന്നത്. ഇൻ ബിറ്റ്വീൻ പമ്പുകളില്ലെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തീക്കോയി ചെന്നിട്ട് തീക്കോയിൽ നിന്ന് ഒരു ലെഫ്റ്റ് തിരിയണം. അതാണ് മാപ്പിൽ കാണിക്കുന്നത്. ലെഫ്റ്റ് തിരിയുന്നിട്ടാണ് കാണിക്കുന്നത് തോന്നുന്നത്. ഇവിടെ ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ. ഇവിടുന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് തിരിയും. അപ്പോൾ ഇതേ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഇല്ലിക്കൽ ബാക്ക് സൈഡും പോകുന്നത്, ഫ്രണ്ട് സൈഡിലോട്ടും ഈ റൂട്ടാണ് പോകുന്നത്. അതല്ലാതെ ഇടയ്ക്ക് മെയിൻ റോഡിൽ നിന്നൊരു ലെഫ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ ആ വഴി പോയത്. പക്ഷെ അത് എന്താ പറയുക, കുറച്ച് തിരക്ക് കുറവുള്ള റൂട്ടാണ്. പിന്നെ വഴി അത്യാവശ്യം നന്നായി. പിന്നെ ഈ റൂട്ട് വന്നിട്ട് കുറച്ച് നാളായപ്പോൾ വഴി അത്യാവശ്യം സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നല്ല റോഡായതുകൊണ്ട് അത്യാവശ്യം എന്താ പറയുക, കൊണ്ടുപോയി നല്ല സുഖമായിട്ട് ഓടിച്ചു പോകും. ഇത് ഇവിടെ നിന്നുള്ള റൈറ്റാണ് ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നത്. ദുവാത്തത് ഈ റൈറ്റാണ് ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പിടിച്ച് നേരെ ബാക്ക് സൈഡിലോട്ട് പോകും. ഏകദേശം അവരവിടെ എത്തിക്കാണും കേട്ടോ. അവരവിടെ ചെന്ന് ചായ കുടിയായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല കിടിലം വഴി കേട്ടോ, അടിപൊളി വഴി. അത്യാവശ്യം പച്ചപ്പും ഹരിതാപവും ഒക്കെ നല്ല വഴിയായുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് അധികം വാഹനങ്ങളും ഇല്ല. ഏകദേശം നമ്മൾ അങ്ങോട്ട് കയറി. കുറച്ച് കയറ്റമാണ് അങ്ങോട്ടുള്ള വഴികൾ. കയറ്റം കയറിയാണ്. നല്ല വ്യൂ കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ 3000 ഫീറ്റ് മുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്ക് സൈഡ് ഇപ്പോൾ ഒരുപാട് റീലൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. തിരക്ക് കാണും. നമ്മൾ തിരക്ക് കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നതാണ്. ഏകദേശം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ആ ടോപ്പിലോട്ട് കയറുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ചായ കുടിച്ചിട്ട് പോകാനായിരിക്കും പ്ലാൻ തോന്നുന്നു. അതായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഈ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ എത്രത്തോളം ഗോപ്രോയിൽ വ്യൂ നമുക്ക് ഓടിക്കുമ്പോൾ കാണാൻ പറ്റും. വ്യൂ അടിപൊളിയാണ്. ഗോപ്രോയിൽ എത്ര വിസിബിൾ ആണെന്ന് അറിയാൻ പറ്റും. എന്തായാലും അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു. വഴി തെറ്റിപ്പോയാലും നമ്മൾ കുറച്ച് താമസിച്ചാലും അവിടെ എത്തിച്ചേർന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അവിടെ എത്തിച്ചേർന്നു. വലിയ കാര്യമായി. കുറേ നേരമായി വന്നിട്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. ചെറിയ അത്യാവശ്യം കോടയുണ്ട്. വലിയ കോടയിൽ ചെറുതായിട്ട് കോടയും കാര്യങ്ങളുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. കുറച്ച് പേരുടെ വണ്ടി അപ്പുറം വെച്ചു. തിരക്കുണ്ട് കേട്ടോ. എന്നാലും എനിക്കൊന്ന് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം തിരക്കുണ്ട്. വീക്ക് ഡേയ്സ് ആണെങ്കിൽ തിരക്ക് കുറവായിരിക്കും. നെല്ലിക്കത്തിൻ്റെ താഴേക്ക് ഇറങ്ങിയാണ് നെയ്യപ്പുന്നത്.
ഇത് എൻ്റെ വണ്ടി, സച്ചിൻ ബ്രോയുടെ വണ്ടി, പിന്നെ അഖിൽ എന്ന് പറഞ്ഞ പിള്ളേരുടെ വണ്ടി, പ്രദീപ് ബ്രോയുടെ വണ്ടി, നിജോയുടെ വണ്ടി, അടുത്ത നമ്മുടെ അർജുൻ ബ്രോയുടെ വണ്ടി. എല്ലാവരുടെയും വണ്ടി ഉണ്ട്. നമ്മുടെ അടുത്ത പ്ലാൻ ഇപ്പോൾ ചായയോട് കഴിഞ്ഞ് അടുത്ത പ്ലാൻ അർജുൻ ബ്രോ പറഞ്ഞു ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ട്. അവിടെ AVT തേയില ഫാക്ടറി, ഔട്ട്ലെറ്റ് ഫാക്ടറി, അവിടെ ഒരു ഇതുണ്ട്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള ആ രീതി അങ്ങോട്ട് പോകും. നമ്മൾ ഇല്ലിക്കലിൽ മാത്രമാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. ആ റൂട്ടാണ്, പുള്ളിക്കാനം റൂട്ടാണ്. ഇത് പുള്ളിക്കാനം പോകാമെന്നാണ് പറയുന്നത്. അതിൽ നോക്കി നോക്കാം. പുള്ളിക്കാനം റൂട്ട് ഞാൻ കാറിൽ പോയിട്ടില്ല, ബൈക്കിന് വരെ പോയിട്ടില്ല. നല്ല റൂട്ടാണ്, വിഷ്വലി അടിപൊളി റൂട്ടാണ്. കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി. അപ്പം നമുക്ക് ഇവരുടെ പുറകെ പയ്യാണ്. ചിലപ്പോൾ ഇവർ ഇനി മാക്സിമം നമ്മളൊരു എന്താ പറയുക, ഒരുപാട് ദൂരെ അല്ലാത്ത രീതി പോകാം, അല്ലെങ്കിൽ വെച്ചാൽ വഴി തെറ്റി പോയി കഴിഞ്ഞാൽ പണിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. വെല്ലിക്കയിൽ ബാക്ക് സൈഡ് വരാത്തവരെന്തായാലും വന്ന് നോക്കുക. തിരക്ക് കുറവുള്ളപ്പോൾ വരിക. മുകളിലോട്ട് നമ്മൾ കയറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് മുറ വന്ന് മുകളിലോട്ടൊന്ന് കയറുന്നുണ്ട്. മഴയുള്ളപ്പോൾ ഒന്ന് മാക്സിമം കയറാതിരിക്കണം. അത്യാവശ്യം സ്ലിപ്പറിയാണെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ബൂട്ട്, ഷൂ ഒക്കെ ഇട്ട് കയറുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റിന് വീഡിയോ ഒന്നും എടുത്തില്ല, മുഖപ്പുറം ചാർജ് കുറവായിരുന്നാണ് നമ്മളെല്ലാം വണ്ടി ഇവിടെ നിർത്തി. അപ്പം ഇവിടെ നിന്ന് നമ്മുടെ നേരെ പ്ലാൻ ചാർലിക്കുളം, അതായത് ലാഡ്രം എസ്റ്റേറ്റ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നേരെ കുട്ടിക്കാനം, പീരുമേട് ആ റൂട്ടാണ്. കുട്ടിക്കാനം ആ റൂട്ട് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ബൈക്കിന്. ഇപ്പോൾ ചെറുതായിട്ട് മഴയും തോളി തുടങ്ങിയിട്ടുണ്ട്. മഴയുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് ഒരു എന്താ പറയുക, മഴയത്തൊക്കെ റൈഡിൽ പ്രത്യേക ഒരു വൈബ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എല്ലാവരും ഒരുപാട് റീലിലായാലും യൂട്യൂബ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഓവർ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ സ്ട്രെസ് ആയിട്ടിരിക്കും, ചെറിയൊരു യാത്ര പോവുക. നമ്മൾ ഒറ്റയ്ക്ക് പോകുക, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെറിയ ട്രിപ്പ് പോകുക, നല്ല സ്ട്രെസ് റിലീഫ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പം ബൈക്കും ഉണ്ട്, പൈസയുണ്ട്, സമയം ഉണ്ടായിട്ടും ചിലപ്പം നമുക്കൊരു മനസ്സൂടെ വേണം, എന്നാലേ പോകാൻ പറ്റും. ഇതെല്ലാം ഉണ്ടായിട്ട് മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യം, ഇതെല്ലാം ഒത്തു വരണം, എന്നാലും പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും സ്ട്രെസ് ആയിട്ടിരിക്കുന്നവരൊക്കെ ചെറിയൊരു യാത്ര പോവുക. ഒരുപാട് ദൂരം നമ്മൾ ചെറിയൊരു യാത്ര പോവുക, ചായ കുടിക്കാൻ പോയി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക കുറച്ച് നേരം. പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ട്രിപ്പ് പോകുന്ന സമയത്തും നമ്മളെ ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റില്ല. അല്ലാത്തപ്പോൾ നമുക്ക് നമ്മൾ റിലാക്സ് ആയിട്ടൊന്ന് പോവുക. ഇടയ്ക്കൊക്കെ ഒരു വീക്കെൻഡ് റൈഡോ അല്ലെങ്കിൽ മന്ത്ലി 2 തവണ പോകും. ബൈക്ക് വേണമെന്നില്ല, നമുക്ക് ബസ്സിലാണ് യാത്ര പോകുക. നമുക്കൊരു സ്ഥലത്തൊരു ഒറ്റയ്ക്ക് പോയിട്ട് കുറച്ചായിട്ട് ഇരിക്കുക, മൈൻഡ് റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അത് എല്ലാവർക്കും നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള കാര്യം. ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വേണം. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം കേട്ടോ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ടയർ മാറി നന്നായി കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മഴയോളം പെയ്തുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ആയിരിക്കും റോഡ്. പിന്നെ റിയർ ബ്രേക്ക് കുറച്ച് ശോകമാണ് ഇപ്പോൾ. നമ്മൾ റിയർ കാലിപ്പറൊക്കെ മാറി, എന്നാലും ബ്രേക്ക് പാഡിൻ്റെ ഞാൻ തോന്നുന്നു കുറച്ച് ബ്രേക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നുകൂടെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കോമൺ ആയിട്ട് ഇപ്പം മെയിനായിട്ട് അടൂർ ഷോറൂമിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പം എടപ്പള്ളിയിലെ ഷോറൂം എന്ന ടെമ്പറലായിട്ട് കുറച്ച് ക്ലോസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അടൂരാണ് മെയിനായിട്ട് ഞാൻ പോകുന്നത്. നമുക്ക് ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവിടുത്തെ സർവീസ് അടിപൊളിയാണ്. ഒരുവിധം എല്ലാവരും പോകുന്നതാണ് ഷോറൂം. പിന്നെ നമുക്ക് പാർട്സ് കിട്ടുന്നതും കുറച്ച് ഡിലേ ഉണ്ട്. എനിക്കും വണ്ടി ഒരു 1-2 ആഴ്ച അവിടെ വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പം റീസെൻ്റായിട്ട് കിട്ടി, കാലിപ്പറൊക്കെ മാറി പ്രശ്നം സർവീസും ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ വണ്ടി കിട്ടിയാണ്.
ഇപ്പോൾ വണ്ടി സ്മൂത്തായി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഏകദേശം ഒരു അടുത്ത മാസം ഡിസംബർ ആകുമ്പോൾ ഒരു 5 വർഷമായി വണ്ടി എടുത്തിട്ട്. 5 വർഷമായി. കിലോമീറ്റർ ഓടിയത് അത്ര ഓടിയിട്ടില്ല, എന്നാലും ഐ എം ഹാപ്പി. ചെറിയ ചെറിയ പണികളൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഒരു 5 വർഷം തള്ളി നിന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. അവരാ വഴിയാണ് പോയത്. ഈ ലെഫ്റ്റ് തന്നെയാണ് കുട്ടിക്കാനല്ലേ പോകുന്നത്. താഴേക്ക് പോകേണ്ട റൂട്ടാണ്. അപ്പോൾ അവരെ കാണുന്നില്ല കേട്ടോ, അവരെ എവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഏറ്റവും ബാക്കിലേക്കാണ് അഖിൽ ബ്രോ ആണ് പോകുന്നത്. ആ പുള്ളിയെ ഏറ്റവും ബാക്കിലുള്ള ആളെ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും, അവരെ അങ്ങോട്ട് തിരിയുന്നൊക്കെ നോക്കും. എന്തായാലും താഴോട്ട് ഒരു പോയിട്ടില്ല, കുട്ടിക്കാനല്ല, അപ്പോൾ ഈ റൂട്ട് തന്നെയാണ്. ഇനി സിറ്റി ഇതൊക്കെ ജംഗ്ഷനൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് കൺജസ്റ്റും തിരക്കും കാര്യങ്ങളൊക്കെ രാവിലെ അങ്ങോട്ട് ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വലിയമ്മ ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സിറ്റി അവിടെയൊക്കെ നമുക്ക് സ്ലോ ആയിട്ട് പോകുന്നതായിരിക്കും. ഇനി ഇവിടെയൊക്കെ എപ്പോഴൊക്കെയാണ് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് വരുവാന്ന് പറയാൻ പറ്റില്ല. ഹൈ റേഞ്ച് ഏരിയ ആണ്, ഒരുപാട് വളവുകളും കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റില്ല. നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും മാക്സിമം ഫ്രണ്ടിലെ വണ്ടിയുടെ ഗ്യാപ്പ് നോക്കുക, ഫ്രണ്ടിൽ വണ്ടിയിൽ നിന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഓവർടേക്ക് ചെയ്യാൻ. അതാണ് പിന്നെ പറയില്ല. ഇപ്പം വലിയൊരു വല്ലാത്തൊരു റോഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല പച്ചപ്പൊക്കെ നമുക്കൊരു ഇച്ചിവിടെ നേരത്തെ തന്നെ നല്ല ഇച്ചിവിടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിപ്പോൾ ഓവർടേക്ക് നമ്മൾ ഓണടിച്ച് ഓണിച്ചിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്ര വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓവർടേക്ക് ചെയ്തത്. അപ്പം വളരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, എന്നാൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് ഇതൊന്നും വിഷ്വലി എന്ത് തോന്നി ഫോട്ടോ ഒക്കെ ഇടുന്നതാണ്. നമ്മൾ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി വെച്ച് ഫോട്ടോ എടുത്താൽ തന്നെ നല്ല വിഷ്വലി അടിപൊളിയായിരിക്കും. ഒരു വളവുകളൊക്കെ മാക്സിമം സൂക്ഷിച്ച് വളയ്ക്കുക, നോക്കുക, സ്കിഡായി പോവാതിരിക്കും. കണ്ടോ, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടത് കയറി വരുന്നുണ്ടോ. ഇതാണ് കുഴപ്പം. നമ്മളത് അവർ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കുക. ഏകദേശം നമ്മുടെ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്, അവരുടെ ഒപ്പം പിടിച്ചാലേ ഉള്ളൂ നമുക്ക്. അല്ലെ അങ്ങോട്ടുള്ള വഴി ഇപ്പോൾ അർജുൻ ബ്രോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലെ ബാക്കിയുള്ളവർ പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. ഇപ്പോൾ മുന്നേ പോയപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാകുക. പിന്നെ റീസെൻ്റ് റീലിലൊക്കെ കണ്ടു തുടങ്ങി അങ്ങോട്ട് ബൈക്കൊന്നും കയറ്റി വിടില്ലെന്ന് പോകും. എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ ഒരു റീല് കണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമുള്ളതുകൊണ്ട് ബൈക്ക് കൊണ്ട് കയറ്റി വിടത്തില്ല ചാലക്കുളത്തിന് അങ്ങോട്ട്. അപ്പോൾ ഇതാണ് മരിയൻ കോളേജ്. നമ്മൾ കുട്ടിക്കാനെത്തി, മരിയൻ കോളേജ് കുട്ടിക്കാനെത്തി. ഇവിടെയൊക്കെ റീലിൽ കണ്ടാൽ രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ നല്ല മഞ്ഞാണ്. ഇന്ന് ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, പക്ഷെ പൊതുവെ അത്യാവശ്യം ഒരു ക്ലൗഡി വെതർ കേട്ടോ, വലിയ വെയിലൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റൂട്ടാണ് ചാലക്കുളത്തിലോട്ട് പോകുന്നത്. ഇനിയിപ്പം മഴയൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളം കാണുമെന്നൊരു സംശയമുണ്ട്. പക്ഷെ മഴ ഇപ്പം കുറവാണ്. ഹൈറേഞ്ചിലോട്ട് ഇങ്ങോട്ട് മഴ കാണുമായിരിക്കും, നമ്മുടെ അങ്ങോട്ടൊക്കെ മഴ കുറവാണ്. ഇടയ്ക്ക് തന്നെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ്. നമുക്ക് അവിടെ സ്ഥലം ഒന്ന് കാണുക എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമല്ലോ ആ സ്ഥലത്ത്. അതാണ് മെയിൻ ഉദ്ദേശം.
പിന്നെ പോകുന്ന വഴി കുറെ കുഴികളുണ്ട്, ചെറിയ ചെറിയ കുഴികളുണ്ട്. അങ്ങനെ കുറച്ചൊരു ഇത് കുറെ സ്ഥലത്തുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഴികളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്താറായി. കുറച്ച് പേരോടെ ഉള്ളൂ. ഇപ്പോൾ തിരക്കാണോന്ന് അറിയില്ല, ഇപ്പം ഇന്നത്തെ ദിവസമായതുകൊണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ച് കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഒരു വണ്ടി നിർത്തി എവിടെയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സ്ഥലം എത്തി. ഇതാണ് ലാഡ്രൺ എസ്റ്റേറ്റിലോട്ടുള്ള എൻട്രി പോയിന്റ്. എന്നാ പറഞ്ഞേ? എന്തൊരു പറഞ്ഞു? അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് കയറുകയാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് വണ്ടികൾ അവിടെ ഇരിപ്പുണ്ടെങ്കിലും വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. ഇത് നമ്മൾ മാത്രമേ കാണുള്ളൂ എന്ന് തോന്നുന്നു അങ്ങോട്ട്. അപ്പോൾ അത് നമ്മളത് എത്തിപ്പോയി. അതാണ് ചാർലിക്കുളം. പ്രതീക്ഷിച്ച പോലെ തന്നെ വെള്ളമൊന്നുമില്ല, വറ്റി വരണ്ട് കിടക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നൈസായിട്ടുണ്ടല്ലേ. അങ്ങോട്ടൊക്കെ അങ്ങ് അതിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കോടയുണ്ട്. എനിക്ക് നല്ല മഴ, ചെറിയൊരു മഴ പെയ്തതിന് അത്യാവശ്യം കോട വന്നത്. മഴ ചാറുന്നുണ്ട് കേട്ടോ, ചെറിയ ചാറ്റൽ മഴ. അപ്പം നമ്മൾ ചാർലിക്കുളമൊക്കെ കണ്ട് മുന്നോട്ട് കുറച്ച് ദൂരം നടക്കുകയാണ്. അങ്ങോട്ട് ഒരുപാട് പോകാൻ തോന്നുന്നു കേട്ടോ. നമ്മളതിൽ ഒരുപാട് നേരം അവിടെ നിൽക്കുന്നില്ല, കാരണം തിരിച്ചേതായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിപ്പം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം, ഇനിയിപ്പം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് വൈകി നമ്മൾ വീട്ടിൽ എത്തുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പോകാമെന്നുള്ള പ്ലാനിലാണ്.
നമ്മൾ തിരിച്ചു പോവുകയാണ്. ചാലുക്കുളത്തിൽ വെള്ളമില്ലാത്തതിൻ്റെ സങ്കടത്തെ തുടർന്ന് നമ്മൾ നഷ്ടബോധത്തോടെ തിരികെ നടക്കുകയാണ്. ഒന്നും എടുക്കാനില്ലല്ലോ. ഉള്ളോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം. കരടി ഉണ്ടാവണ സ്ഥലമാണ് ഇവിടെ. അതറിയില്ലല്ലേ? എടാ നിനക്കറിയാമോ വാൽപ്പാറ ഏലത്തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ അവര് ഓടിച്ചു വിടണതാണ്. പിന്നെ എടാ കരടി ഉണ്ടാവൂടാ. ഈ ബി ഇല്ലേ, ബി തേനീച്ച, അത് ഈ തേയിലയുടെ ഉള്ള ഇടക്കുള്ള മരങ്ങളിൽ ഈ സംഭവം കൂട് കൂട്ടി തേന ഫീഡ് ചെയ്യും. അതെടുക്കാൻ വേണ്ടി കരടി സാറ് വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൈഡ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തിരിച്ചു വരികയാണ്. ഇതാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ള അഖിൽ ബ്രോ, അർജുൻ ബ്രോ, സച്ചിൻ, പ്രദീപ് ബ്രോ, പിന്നെ നിജു. എന്തായാലും ഒരു അടിപൊളി റൈഡായിരുന്നു. ചില പ്ലാൻ ചെയ്ത റൈഡുകൾ നടക്കാറുണ്ട്, ചിലതൊക്കെ നടക്കണം. പക്ഷെ എന്തായാലും ഈ പ്ലാൻ ചെയ്ത റൈഡ് നടന്നു. അപ്പം നമുക്കിനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വരാം ചാർലിക്കുളത്തിൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ റൂട്ട് നേരെ നമ്മൾ എല്ലാവരും കോട്ടയത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് എവിടെ നിന്നോ തിരിഞ്ഞ് ഡീവിയേഷൻ ഉണ്ട്, അപ്പോൾ ഇത് ചെന്നിട്ട് നോക്കാം. അപ്പോൾ നല്ലൊരു റൈഡ് തന്നെയായിരുന്നു. ക്ലൈമറ്റ് കുഴപ്പമില്ല, നമുക്ക് ഫേവറബിൾ തന്നെയായിരുന്നു. വലിയ മഴയില്ല, നല്ല ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റിയാൽ നിങ്ങൾ ചെറിയൊരു റൈഡ് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോകാൻ നോക്കുക, ഒറ്റയ്ക്കായാലും പോകാൻ നോക്കുക. ഒരു സ്ട്രെസ് റിലീഫ് തന്നെയായിരിക്കും, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബൈക്കിൻ്റെ യൂസർ റിവ്യൂ, അത് ഓണർഷിപ്പ് റിവ്യൂ, ഒരു 5 ഇയേഴ്സിൻ്റെ 5 വർഷം ആകുന്ന ഡിസംബർ 5 വർഷം അതിൻ്റെ ഒരു റിവ്യൂ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നല്ല സ്ഥലവും ഒക്കെ കണ്ടുപിടിച്ച റിവ്യൂ ഇടാമെന്നായിരിക്കും. അപ്പോൾ അതായാലും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വരുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും സേഫായിട്ട് ബൈക്ക് ഓടിക്കുക. ഓക്കെ, ബൈ.